ഏപ്രിൽ 15 മുതൽ കൽപ്പള്ളിയിൽ ആരംഭിക്കാനിരിക്കുന്ന KMG ഫുട്ബോൾ ടൂർണമെന്റ് കാണികൾക്ക് അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞതായി ടൂർണമെന്റ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൈതാനത്തിൽ ദിവസങ്ങളെടുത്ത് മണ്ണ് പാകി നിലം സജ്ജീകരിച്ചതു മുതൽ ഡിജിറ്റൽ സ്കോർ ബോർഡ്, LED വോൾ, ഡ്രോൺ തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എല്ലാവിധത്തിലും സ്റ്റേഡിയത്തിൽ പുതുമ കൊണ്ടുവരാനും കാണികളുടെ ആവേശം ഇരട്ടിയാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. തിരക്ക് ഒഴിവാക്കാൻ പഞ്ചിൻ സൗകര്യത്തോടെയുള്ള ഡിജിറ്റൽ സീസൺ ടിക്കറ്റ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് KMG പ്രഥമ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കായിക രംഗത്തും സേവന രംഗത്തും ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ സമർപ്പിക്കാൻ ഇതിനകം KMG എന്ന ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ഹർഷം 2024 എന്ന പേരിൽ നടക്കുന്ന ടൂർണമെന്റിനായി കൽപ്പള്ളിയിൽ മാവൂർ കോഴിക്കോട് റോഡിനോട് ചേർന്ന് ഒരേ സമയം 6500 പേർക്ക് ഇരിക്കാവുന്ന ഗാലറി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആതിഥേയരായ KMG മാവൂർ, ലിൻഷ മണ്ണാർക്കാട്, KFC കാളിക്കാവ്, മെഡിഗാർഡ് അരികോട്, KRCC കോഴിക്കോട്, ഇസ്സ ബേസ് പെരുമ്പാവൂർ, FC തൃപ്പൂണിത്തറ, FC തൃക്കരിപ്പൂർ, ജിംഖാന തൃശൂർ, റിയൽ FC തന്നല, മദീന ചെറുപ്പളശ്ശേരി, ടൗൺ ടീം അരിക്കോട്, സോക്കർ ഷൊർണൂർ, സ്കൈ ബ്ലൂ എടപ്പാൾ, ഹണ്ടേഴ്സ് കൂത്തുപറമ്പ്, ലക്കി സോക്കർ കോട്ടപ്പുറം, സബാൻ കോട്ടപ്പുറം, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, AFC അമ്പലവയൽ, ശാസ്ത്ര തൃശൂർ, ഫിഫ മഞ്ചേരി, ജവഹർ മാവൂർ, ഫിറ്റ്വൽ കോഴിക്കോട്, AYC ഉച്ചാരംകടവ് തുടങ്ങിയ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും. ഏപ്രിൽ 15 വൈകുന്നേരം 7:30 ബോബി ചമ്മണ്ണൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ മെയ് പകുതി വരെ നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവും. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ TM ഷമീർ ബാബു, കൺവീനർ ജിനു ടി, മീഡിയ കൺവീനർ അബ്ദുൽ ലത്തീഫ് AP, ഷാഫി A, പ്രസിഡന്റ് PM നൌഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 32ഓളം ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ ഒരു മത്സരം ഏകദേശം ഒരു മാസത്തോളം കായിക പ്രേമികൾക്ക് എന്തുകൊണ്ടും നവ്യാനുഭൂതി ലഭിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. 15-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് KFC കാളിക്കാവുമായി മാറ്റുരയ്ക്കുന്നത്. ഉദ്ഘാടന മത്സരം ബോബി ചമ്മണ്ണൂരാണ് നിർവഹിക്കുന്നത്. KMGയെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ 1/4 നൂറ്റാണ്ട് പൂർത്തീകരിച്ച് അഖിലേന്ത്യാ തലത്തിൽ 4ഓളം ട്രോഫികൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനിടയ്ക്ക് നമുക്ക് നേടാൻ സാധിച്ചു. ആ ഒരു കരുത്തിൽ നിന്നും അഖിലേന്ത്യാ തലത്തിൽ ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ നമ്മൾ ആലോചന യോഗം കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏപ്രിൽ 15 മുതൽ ഇവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താനുള്ള അനുമതി SFAയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പള്ളിയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് എത്രയോ നന്നായി അല്ലെങ്കിൽ അതിനൂതനമായിട്ടുള്ള വിദ്യകൾ പ്രയോഗിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് നവീകരിക്കാനും പ്ലെയേഴ്സിന് അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പുറത്തെടുക്കാനും സാധിക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു ഗ്രൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഏകദേശം 7000-ഓളം കാണികൾക്ക് ഇവിടെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കളി വീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഗാലറിയുമാണ് നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. സാധാരണ ഇവിടെ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ടീമുകളൊക്കെ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഘടന തന്നെ നമ്മൾ ആദ്യമുള്ളതിൽ നിന്നും വിപരീതമായിക്കൊണ്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ, പാർക്കിങ്ങിന് കുറച്ചും കൂടി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗ്രൗണ്ടിനകത്തേക്ക് തന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാനറിൻ്റെ ബാക്കിൽ തന്നെ കൂടുതൽ ബൈക്കുകളും പാർക്ക് ചെയ്യാനുള്ള രൂപത്തിലുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ നമുക്കിവിടെ പാർക്കിങ്ങിൻ്റെ ഒരു അഭാവം അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പല രൂപത്തിലുള്ള പ്രയാസങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ ആംബുലൻസ് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത് നല്ല വിശദമായി തന്നെ കമ്മിറ്റി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർക്കിംഗ് ഏരിയ കൂടി ഇവിടെ നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. റോഡിൻ്റെ അപ്പുറത്ത് നമ്മൾ കാർ പാർക്കിങ്ങുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട്
പാർക്കിങ്ങിൻ്റെ ഒരുവിധം എല്ലാവിധ പ്രയാസങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് ആ ഒരു രീതിയിലാണ് നമ്മൾ കമ്മിറ്റിയുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൂടി നിങ്ങളെ ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം, ഏകദേശം 33 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംഘാടകർക്ക് അതൊരു കൂടുതൽ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം അത്ര ദിവസത്തോളം ഒരു ടൂർണമെൻറ്റ് കൽപ്പറ്റയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ടൂർണമെൻ്റ് ആകുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും അത് ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ KMGയുടെ പ്രവർത്തകന്മാർ, അതിൻ്റെ മെമ്പർമാർ, അതിനേക്കാൾ ഉപരി മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും സഹകരണവും നമ്മൾ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും ഭാരവാഹികൾക്ക് നമ്മൾ ഒഫീഷ്യൽ ടാഗും കൊടുത്തിട്ട് നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മാവൂരിൻ്റെ ഉത്സവമാക്കിയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മുടെ മാവൂരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മാവൂരിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള കായിക പ്രേമികൾക്ക് ഒരു നല്ലൊരു വിരുന്നൊരുക്കാൻ KMGക്കും അതുപോലെ തന്നെ മാവൂരിലെ പ്രദേശത്തിലെ ഈ ക്ലബ്ബുമായി സഹകരിക്കുന്ന എല്ലാവിധ കായിക പ്രേമികൾക്കും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു പ്രസ് മീറ്റോട് കൂടി നമ്മുടെ ഗ്രൗണ്ടിൻ്റെയും അതുപോലെ ടൂർണമെൻറ്റിൻ്റെയും ഒക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 2021 ഞങ്ങൾ ക്ലബ്ബായിട്ട് ഫോം ചെയ്യുകയും അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ അഖിലേന്ത്യാ സെവൻസിലേക്ക് KMGയുടെ സീസൺ 1 എന്ന നിലയിൽ നമ്മളിവിടെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെൻറ്റ് ഇവിടുന്ന് 32ഓളം ടീമുകൾ വന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ടൂർണമെൻറ്റ് ഇവിടെ പൂർത്തിയാവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു സംഘടന, ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഏതൊരു ക്ലബിനും ചില മേഖലകളിൽ ഊന്നലുണ്ടാവും. KMGയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഊന്നുന്നത് ജീവകാരുണ്യ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലാഭവിഹിതം ആ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടുമ്പോൾ അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരും നിരാലംബരുമായിട്ടുള്ള രോഗികളുമായിട്ടുള്ള ആളുകളാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെൻറ്റ് വിജയിപ്പിക്കുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റിയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ടാണ് എൻട്രി കൊടുക്കുന്നത്. അത് ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും സഹകരണങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ 33 ദിവസവും ഞങ്ങളിവിടെ ഉണ്ടാവണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇത് കഴിയുന്നത് വരെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. Golden Diamonds, മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.